ഇന്നൊരു ക്രിസ്മസ് സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് കോംബോ ആണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റൻറ്റ് അപ്പവും കശുവണ്ടിയും മുന്തിരിയൊക്കെ വറുത്തിട്ട നല്ല കിടിലൻ ചിക്കൻ സ്റ്റൂവും. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോവാം. ആദ്യം നമുക്ക് അപ്പത്തിന് അരച്ച് വയ്ക്കാം. അരിപ്പൊടി കൊണ്ടാണ് നമ്മളിന്നിപ്പോൾ ഇവിടെ അപ്പം ഉണ്ടാക്കുന്നത്. 2 ഗ്ലാസ്സാണ് കേട്ടോ നമ്മൾ അരിപ്പൊടി എടുത്തിരിക്കുന്നത്. അപ്പത്തിൻ്റെ ഇടിയപ്പത്തിൻ്റെയൊക്കെ വറുത്ത അരിപ്പൊടി ഇല്ലാതാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അന്നേ ദിവസം രാവിലെ തന്നെ നമ്മൾ അരച്ചു വെച്ചാൽ മതി. ഒരു 3 മണിക്കൂർ കൊണ്ടൊക്കെ നമുക്ക് പുളിച്ച് കിട്ടും. അതിലേക്ക് ഒരു അരക്കപ്പ് തേങ്ങ ചിരകിയതും അരക്കപ്പിൽ കുറച്ചുകൂടെ കുറവ് ചോറും ചേർത്ത് കൊടുക്കാം. ഇനി 1 സ്പൂൺ ഉപ്പും ഒരു 2 സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഇതിലേക്ക് തന്നെ നമ്മൾ ഈസ്റ്റ് കൂടെ ചേർത്ത് അരക്കുകയാണ്. ഈസ്റ്റ് ഞാനിവിടെ ഒരു 3/4 സ്പൂണാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. 1.5 സ്പൂൺ വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം. 1.5 സ്പൂൺ ചേർത്താൽ നമുക്ക് 2 മണിക്കൂറിൽ ഇത് പുളിച്ച് കിട്ടും. സാധാ ഈസ്റ്റാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ തലേ ദിവസം വൈകിട്ട് ഇതുപോലെ തന്നെ അങ്ങ് അരച്ച് വെച്ചാൽ മതി. രാവിലെ നമുക്ക് പുളിച്ചിരിപ്പുണ്ടാവും. ഇതിലേക്ക് 2.5 ഗ്ലാസ് വേണം വെള്ളം ചേർക്കാൻ. നമ്മൾ അരിപ്പൊടി ഏത് ഗ്ലാസ്സിൽ അളന്നെടുത്തോ അതേ അളവിൽ 2.5 കപ്പ് എടുക്കുക. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇളക്കി യോജിപ്പിച്ച ശേഷം 10 മിനിറ്റ് നേരം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നിട്ട് വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. അരച്ചെടുക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നല്ല സ്മൂത്തായിട്ട് ഒട്ടും തരിയില്ലാതെ തന്നെ വേണം അരച്ചെടുക്കാൻ. അപ്പോൾ ഇതിനി അടച്ച് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അടുത്തത് നമുക്ക് ചിക്കൻ സ്റ്റൂവിലേക്ക് പോവാം. സ്റ്റൂ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ചിക്കൻ എടുത്തിരിക്കുന്നത് 1 കിലോ ആണ് കേട്ടോ. എപ്പോഴും സ്റ്റൂ ഉണ്ടാക്കാനായിട്ടുള്ള ചിക്കൻ എല്ലോടുകൂടെ തന്നെ എടുക്കുക. നമ്മുടെ സ്റ്റൂവിന് എപ്പോഴും രുചി അത് തന്നെയാണ്. ഇനി ചട്ടി ചൂടായിട്ട് വരുമ്പോൾ അതിലേക്കൊരു 3 സ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഈ എണ്ണയിലേക്ക് നമുക്ക് ഈ മസാല ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഒരു 10-12 ഗ്രാമ്പൂ എടുത്തിട്ടുണ്ട്. ഒരു 6-7 ഏലക്ക ഇടുമ്പോൾ ഇതൊന്ന് ഇതുപോലെ ഒന്ന് പൊട്ടിച്ചു കൊടുത്തിട്ട് ഇടണേ. അതിൻ്റെ ആ ഫ്ലേവറൊക്കെ നന്നായിട്ട് സ്റ്റൂവിലേക്ക് ഇറങ്ങി കിട്ടും നമ്മൾ ഇങ്ങനെ ഒന്ന് പൊട്ടിച്ചിട്ടാൽ. അതുപോലെ തന്നെ ഒരു 3 ഇഞ്ച് നീട്ടത്തിലുള്ള പട്ട എടുത്തിട്ടുണ്ട്. ആ പട്ട ഇതുപോലെ ഒന്ന് പൊട്ടിച്ച ശേഷം ഇട്ട് കൊടുക്കാം. ഒരു 30 സെക്കൻഡ് നേരം ഇത് എണ്ണയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ആ മസാലയുടെ നല്ല മണം വന്ന് തുടങ്ങുന്ന സമയത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചേർക്കാം. ഒരു 1.5 ഇഞ്ച് നീട്ടത്തിലുള്ള ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതുപോലെ പച്ചമുളക് ഒരു 3 പച്ചമുളക്, വെളുത്തുള്ളി ഒരു 7-8 അല്ലി വെളുത്തുള്ളി എടുക്കാം. ഇതും ഒരു 30 സെക്കൻഡ് നേരത്തോളം ഒന്ന് മൂപ്പിക്കണം. ഇതൊന്ന് മൂത്ത് തുടങ്ങുന്ന സമയത്ത് വേണം നമുക്ക് സവോള ചേർത്ത് കൊടുക്കാൻ. 2 സവോളയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. സവോള ഇതുപോലെ കുറച്ച് ചെറുതായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. സവോളയുടെ കൂടെ തന്നെ നമുക്ക് ഒരു 1.5 സ്പൂണോളം ഉപ്പ് കൂടെ ചേർക്കാം. ഇത്രയും ചേർത്ത് സവോളയുടെ കളറൊന്ന് മാറി തുടങ്ങുന്ന സമയം വരെ വഴറ്റണം. ബ്രൗൺ കളറൊന്നും ആവണ്ട. ഈ ഒരു കളറായി കഴിയുമ്പോൾ നമ്മൾ കഴുകി വാരി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർക്കാം. ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു 1 കിലോ ചിക്കനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ചിക്കനൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിക്കുക. ഒരു 3 മിനിറ്റ് നേരത്തോളം മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ ചിക്കൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഒരു ചെറിയ വെളുത്ത കളറിലേക്ക് വരും. ആ സമയത്ത് വേണം നമുക്ക് പച്ചക്കറികൾ ചേർക്കാൻ. സാധാരണ സ്റ്റൂവിൽ നമ്മൾ ചേർക്കുക ഉരുളക്കിഴങ്ങും ക്യാരറ്റും ബീൻസുമാണ്. ബീൻസ് വളരെ കുറച്ചേ ചേർക്കുള്ളൂ. ഞാൻ ഇന്നിപ്പോൾ ഇവിടെ ബീൻസ് ചേർക്കുന്നില്ല കേട്ടോ. 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു ക്യാരറ്റും എടുത്തിട്ടുണ്ട്. ക്യൂബായിട്ടാണ് അരിഞ്ഞ് ചേർക്കുന്നത്. കൂടെ ഒരു 2 തണ്ട് കറിവേപ്പിലൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ബീൻസ് കയ്യിലുണ്ടെങ്കിൽ ഒരു 3-4 ബീൻസ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 സ്പൂൺ ഗരം മസാലയും 1/2 സ്പൂൺ മുതൽ 1 സ്പൂൺ വരെ കുരുമുളക് പൊടിയും ചേർക്കാം കേട്ടോ. കുരുമുളക് പൊടി ചേർക്കുന്നത് വിട്ടുപോയി, അത് മറക്കാതെ ചേർത്തോളുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം 2ാം പാൽ ചേർക്കാം. ഇവിടെ നമ്മൾ കോക്കനട്ട് മിൽക്ക് പൗഡർ തന്നെയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ പാൽ ഉണ്ടാക്കാനായിട്ട്. ഞാനിവിടെ KPLൻ്റെ എടുത്തുന്നേ ഉള്ളൂ. ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതെടുക്കുക. 2 ഗ്ലാസ് ചെറിയ ചൂടുള്ള വെള്ളത്തിൽ 3-3.5 സ്പൂൺ വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം. കട്ടി കുറഞ്ഞ തേങ്ങാപ്പാൽ ഉണ്ടാക്കാനായിട്ട്. നമ്മൾ ചേർത്ത തേങ്ങാപ്പാലും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇനി ഇത് അടച്ചു വെച്ച് വേണം വേവിച്ചെടുക്കാൻ. ഏതാണ്ട് 15-20 മിനിറ്റ് എടുക്കും നമുക്കിത് നന്നായിട്ട് വെന്ത് കിട്ടാൻ. അടച്ചു വെച്ച് തന്നെ വേവിച്ചെടുക്കുക. ഇടയ്ക്ക് വേണമെങ്കിൽ ഒരു 10 മിനിറ്റൊക്കെ കഴിയുമ്പോൾ ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കാനായിട്ടും ശ്രദ്ധിക്കുക. ഇപ്പോൾ ഏതാണ്ട് ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിരിപ്പുണ്ട്. ഈ സമയത്ത് ഇതിനകത്തുനിന്ന് വെന്ത ഉരുളക്കിഴങ്ങ് ഒരു 2-3 പീസ് ഒന്നങ്ങ് ഉടച്ചു കൊടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടും. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കശുവണ്ടി, ഞാനിവിടെ ഒരു 10-12 കശുവണ്ടി എടുത്തിട്ടുണ്ട്. കുറച്ച് തേങ്ങാപ്പാലിൽ ഇത് അരച്ച് ചേർക്കുകയാണെങ്കിൽ നമ്മുടെ സ്റ്റൂവിൻ്റെ രുചി കുറച്ചുകൂടെ കൂടും. ഇത് തീർത്തും ഓപ്ഷണലാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. നമ്മൾ സ്പെഷ്യലായിട്ട് സ്റ്റൂ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ അരച്ചുണ്ടാക്കുന്നത് ഒത്തിരി നല്ലതാണ്. കുറച്ച് കശുവണ്ടി അരച്ചുണ്ടാക്കുന്നത്. അപ്പോൾ കശുവണ്ടി അരച്ചതും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് തിളച്ച ശേഷം വേണം നമ്മൾ 1ാം പാൽ ചേർക്കാൻ. 1ാം പാലും ഇതുപോലെ തന്നെ കോക്കനട്ട് മിൽക്ക് പൗഡർ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. 3 സ്പൂണാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 3/4 ഗ്ലാസ് വെള്ളവും ചെറിയ ചൂടുള്ള വെള്ളത്തിൽ വേണം കേട്ടോ പാൽപ്പൊടി കലക്കിയെടുക്കാൻ.
ഒന്നാം പാൽ ചേർത്താൽ പിന്നെ അത് തിളയ്ക്കാനായിട്ട് നിൽക്കരുത്. അപ്പോൾ ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. ചെറുതായിട്ട് തിള വന്ന് തുടങ്ങുന്ന സമയത്ത് നമുക്കിത് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് 1-2 കാര്യങ്ങളും കൂടെ വറുത്ത് ചേർക്കണം. 1 സ്പൂൺ നെയ്യിലാണ് കേട്ടോ ഞാനിത് വറുക്കുന്നത്. കുരുമുളക് പൊട്ടിയ ശേഷം കുറച്ച് കശുവണ്ടി ചേർക്കാം. കശുവണ്ടി മൂത്ത് വരുമ്പോൾ കുറച്ച് ഉണക്കമുന്തിരി കൂടെ ചേർത്ത് മൂപ്പിച്ച് നമുക്ക് കറിയിലേക്ക് ചേർക്കാം. ഇത് കറിയിലേക്ക് ചേർത്ത് ഒന്നങ്ങ് അടച്ചു വയ്ക്കുക. ഉടനെ തന്നെ ഇളക്കരുത്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇളക്കി യോജിപ്പിച്ചാൽ മതി. അങ്ങനെ നമ്മുടെ ചിക്കൻ സ്റ്റൂവും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ അപ്പമൊക്കെ നന്നായിട്ട് പുളിച്ചിരിപ്പുണ്ടാവും കേട്ടോ. കണ്ടോ, നന്നായിട്ട് തന്നെ പുളിച്ചിരിപ്പുണ്ട് നമ്മുടെ അപ്പം. ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കുക. വല്ലാതെ അങ്ങ് ഇളക്കരുത്. മുകളിൽ നിന്ന് മാത്രം പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാനേ പാടുള്ളൂ. അതുപോലെ ഈ മുകളിൽ നിന്നുള്ള ഈ ഭാഗം കോരി ഒഴിച്ച് വേണം നമ്മൾ ചുട്ടെടുക്കാൻ. നിങ്ങൾക്കിത് ആ മാവ് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, നന്നായിട്ട് പതഞ്ഞ് നന്നായിട്ട് പുളിച്ചിരിപ്പുണ്ട്. ഇതിനി അപ്പമായിട്ടോ വട്ടയപ്പമായിട്ടോ എങ്ങനെ വേണമെങ്കിലും ഒക്കെ നമുക്ക് ചുട്ടെടുക്കാം. ഇതിപ്പോൾ ഒരെണ്ണം ഞാൻ അപ്പച്ചട്ടിയിൽ ചുട്ട് കാണിക്കുന്നുണ്ട്. കണ്ടോ, നന്നായിട്ട് നല്ല ലേസ് അപ്പം പോലെ തന്നെ നമുക്ക് കിട്ടും. ഇതിപ്പോൾ ദോശ കല്ലിൽ ചുടുന്നതാണ്. ദോശക്കല്ലിൽ ചുടുമ്പോൾ വല്ലാതെ അങ്ങ് ഒത്തിരി അങ്ങ് പരത്തിയെടുക്കണ്ട കേട്ടോ, കുറച്ച് ഒന്ന് പരത്തിയാൽ മതി. അപ്പോൾ ഏത് രീതിയിലാണേലും നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പം തന്നെ നമുക്ക് ചുട്ടെടുക്കാം. അപ്പവും സ്റ്റൂവും കൂടെ ഇഷ്ടമില്ലാത്ത ആളുകൾ വളരെ കുറവായിരിക്കും അല്ലേ. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ് അപ്പമാണെങ്കിലും ചിക്കൻ സ്റ്റൂ ആണെങ്കിലും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. പുതിയൊരു വെറൈറ്റി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്